ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഒരു ദിവസം കൂടി സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന വലിയ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇസ്രായേൽ ജനം മിസ്രൈം ദേശത്ത് നിന്നും വാഗ്ദത്ത കനാൻ ദേശത്തേക്കുള്ള സഞ്ചാരത്തിനിടയിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ടുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലാദ്യമായിട്ട് സ്വർഗത്തിലെ ദൈവം എപ്രകാരമാണ് മോശയെ വെള്ളത്തിൽ നിന്നും വലിച്ചെടുത്തത്, അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെയും നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നു. ഇനി നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയാണ്. ഇവിടെ സ്വർഗത്തിലെ ദൈവത്തോട് മോശ ചോദിക്കുകയാണ്, അങ്ങ് ആരാകുന്നു, അല്ലെങ്കിൽ അങ്ങേ ഞാൻ എങ്ങനെയാണ് ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്, ഇസ്രായേൽ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്, ഫറവോന് പരിചയപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ പേര് മോശയ്ക്ക് വെളിപ്പെടുത്തുന്നു. ഐ ആം ദാറ്റ് ഐ ആം, ഓർ ഐ ആം വാട്ട് ഐ ആം. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ നിന്നെ വിളിച്ചിരിക്കുന്നു എന്ന് നീ ഇസ്രായേൽ ജനങ്ങളോട് പറയണമെന്ന് ഇവിടെ സ്വർഗത്തിലെ ദൈവം മോശയോട് കൽപ്പിക്കുന്നു. നമുക്ക് കണ്ണുകളടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, അനുഗ്രഹമേറിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് അങ്ങയുടെ നാമത്തെ, അവിടുന്ന് മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത നാമത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വർഗീയ കരം അടിയങ്ങളോട് കൂടെ ഇരിക്കണം. അങ്ങയുടെ പരിശുദ്ധാത്മശക്തിയാൽ അടിയങ്ങളെ നിറച്ച് നയിച്ചവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്തുന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ. സ്വർഗത്തിലെ ദൈവം മോശയെ, കുഞ്ഞായിരുന്ന മോശയെ വെള്ളത്തിൽ നിന്നും വലിച്ചെടുത്തു. അങ്ങനെ സ്വർഗത്തിലെ ദൈവം മോശയെ ഫറവോൻ്റെ പുത്രിയിലൂടെ എടുത്ത് സംരക്ഷിച്ച് വീണ്ടും ഫറവോൻ്റെ മാതാവിൻ്റെ കരങ്ങളിൽ നൽകുന്നു. അങ്ങനെ ഫറവോൻ്റെ മാതാവ് ആ കുഞ്ഞിനെ വളർത്തി സമയമെത്തിയപ്പോഴേക്കും ആ മാതാവ് തൻ്റെ കുഞ്ഞിനെ വളരെ വേദനയോടുകൂടെ ഫറവോൻ്റെ പുത്രിയെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഫറവോൻ്റെ പുത്രി കുഞ്ഞിനെ സ്വീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഇവനെ ഞാൻ വെള്ളത്തിൽ നിന്നും വലിച്ചെടുത്തത് കൊണ്ട് ഇവൻ മോശ എന്നറിയപ്പെടും. ആ സമയം മുതൽ ആ കുഞ്ഞിൻ്റെ പേര് മോശ എന്നറിയപ്പെടുകയാണ്. അതിനുശേഷം മോശ നേരെ ചെല്ലുന്നത് ഫറവോൻ്റെ കൊട്ടാരത്തിലാണ്. മറ്റൊരു ഫറവോനായി വാഴിക്കുന്നതിന് വേണ്ടി ഫറവോൻ്റെ പുത്രി മോശയെ ഫറവോൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. ശിഷ്ടകാലം ഫറവോൻ്റെ കൊട്ടാരത്തിൽ മോശ വസിക്കുവാൻ ആരംഭിച്ചു. ഫറവോൻ്റെ കൊട്ടാരം മോശയ്ക്ക് ഭവനമായി തീരുന്നു. അങ്ങനെ മോശ അവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു ദിവസം മോശ ഒരു സംഭവം കാണുന്നു. മോശ നോക്കുമ്പോൾ ഒരു യഹൂദൻ, ഒരു ഇസ്രയേലിയനെ ഒരു ഫറവോൻ ഉപദ്രവിക്കുന്നത് മോശ കാണുന്നു. ഇത് കണ്ട മോശ ആരുമില്ലാത്ത തക്കം നോക്കി ആ വ്യക്തിയെ കൊന്നുകളഞ്ഞു എന്നാണ് തിരുവചനം പറയുന്നത്. എന്നാൽ അടുത്ത ദിവസം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനം, മോശയുടെ സഹോദരന്മാർ, 2 ഇസ്രയേലിയർ തമ്മിൽ യുദ്ധം ചെയ്യുന്നു, അല്ലെങ്കിൽ 2 ഇസ്രയേലിയർ തമ്മിൽ വഴക്കിടുന്നു. ഇത് കണ്ട മോശ അന്യായം ചെയ്തവനോട് സംസാരിക്കുമ്പോൾ അവിടെ മോശ കൊന്നതായിട്ടുള്ള, മോശ ഒളിപ്പിച്ച് വെച്ചതായിട്ടുള്ള ആ കൊലപാതകം പുറത്തു വരുന്നു. അദ്ദേഹം ആ കാര്യം മോശയോട് പറയുന്നു. ഇത് കേട്ട മോശ ഭയപ്പെടുന്നു. ഈ കാര്യം ഫറവോൻ്റെ ചെവികളിലെത്തുന്നു. ഫറവോൻ മോശയെ കൊല്ലുവാൻ നോക്കുന്നു. അത് മനസ്സിലാക്കിയ മോശ ആ മിസ്രൈം ദേശത്ത് നിന്നും പലായനം ചെയ്തു പോകുന്നു. അങ്ങനെ മോശ എത്തപ്പെടുന്നത് ജത്രോവിൻ്റെ ഭവനത്തിലാണ്. അങ്ങനെ പലായനം ചെയ്ത മോശ ഒരു കിണറ്റിനരികിൽ നിൽക്കുന്ന സമയത്ത് രഘുവേൽ എന്നറിയപ്പെടുന്ന ജത്രോയുടെ മകൾ അവിടെ വെള്ളമെടുക്കുവാൻ വരികയും തൻ്റെ ഒട്ടകങ്ങളെ കുടിപ്പിക്കുന്നതിന് വേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ മോശ ആ സ്ത്രീയെ, അല്ലെങ്കിൽ ആ ബാലയെ, ആ കൗമാരക്കാരത്തിയെ സഹായിച്ചു എന്ന് തിരുവചനം പറയുന്നു. അതിനുശേഷം അവർ മോശയെ അവരുടെ ഭവനത്തിലേക്ക് കൈക്കൊള്ളുന്നു. അങ്ങനെ മോശ അവിടെ നിന്നും അവരുടെ ഭവനത്തിൽ എത്തിച്ചേരുന്നു. ആ സമയം മുതൽ മോശ ഭവനത്തിലെ ഒരു അംഗമായി തീരുന്നു. അല്ലെങ്കിൽ രഘുവേൽ, ജത്രോ തൻ്റെ മകളായിരിക്കുന്ന സെപ്പോറെ മോശയ്ക്ക് വിവാഹം കഴിച്ച് നൽകുന്നു. തുടർന്ന് മോശ ഒരു ആട്ടിടയനായി മാറുന്നു. മരണത്തെ മുഖാമുഖം കണ്ട, നൈൽ നദിയിൽ മരണത്തെ മുഖാമുഖം കണ്ട മോശ മറ്റൊരു വ്യക്തിയെ കൊല്ലുന്നു.
അതിനുശേഷം മിസ്രൈം ദേശത്ത് ഫറവോനാകേണ്ടുന്നവൻ, മിസ്രൈം ദേശത്ത് രാജാവായി വാഴേണ്ടുന്നവൻ ഇന്ന് ആട്ടിടയനായിത്തീരുന്നു. എന്തുകൊണ്ടെന്നാൽ തൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തുന്നതിന് വേണ്ടി വെള്ളത്തിൽ നിന്നും വലിച്ചെടുത്ത, മരണത്തിൽ നിന്നും വലിച്ചെടുത്ത ദൈവം മോശയെ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ഇസ്രായേൽ ജനങ്ങളെ നയിക്കുക എന്നുള്ള വലിയ ദൗത്യത്തിനു വേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവം മോശയെ രക്ഷിച്ച് എടുത്ത് ഫറവോൻ്റെ കൊട്ടാരത്തിലാക്കി തീർത്തത്. അതിലൂടെ മോശ യഥാർത്ഥ ലീഡർഷിപ്പ്, നേതൃപാടവം എന്താണ് എന്ന് പഠിക്കുന്നു. അവിടെ നിന്നും പുറപ്പെട്ടു പോയ മോശ വീണ്ടും രാജകീയ നേതൃപാടവം വിട്ട മൃഗങ്ങളെ നയിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ആട്ടിനെ നയിക്കുന്നതിലൂടെ ഒരു ഇടയൻ എപ്രകാരമായിരിക്കണമെന്നുള്ള മറ്റൊരു പാഠവും സ്വർഗത്തിലെ ദൈവം മോശയ്ക്ക് പകർന്നു നൽകുന്നു. അങ്ങനെ മോശ ജത്രുവിൻ്റെ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ജത്രുവിൻ്റെ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ ഒരിക്കൽ മോശ തൻ്റെ ആടുകളെയും കൊണ്ട് തീറ്റിക്കുന്നതിന് വേണ്ടി, അവരെ മേയ്ക്കുന്നതിന് വേണ്ടി പുറപ്പെടുന്ന വേളയിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരമാണ് പറയുന്നത്: യഹോവയുടെ പർവ്വതമായ ഹോരേബ് പർവ്വതം വരെ മോശ കടന്നു ചെന്നു എന്ന്. അങ്ങനെ ഹോരേബ് പർവ്വതം വരെ കടന്നു ചെന്ന മോശ അവിടെ മനോഹരമായൊരു കാഴ്ച കാണുന്ന, മുൾപടർപ്പിൽ തീ പിടിച്ച് കത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവസ്ഥ. എന്നാൽ മുൾപടർപ്പിന് തീ പിടിച്ചിരിക്കുന്നുവെങ്കിലും ആ മുൾപടർപ്പ് കത്തുന്നില്ല. അത് മോശയ്ക്ക് ഭയങ്കര ആശ്ചര്യമായി. മോശ ചിന്തിക്കുകയാണ്, ഇത് എപ്രകാരമാണ് സംഭവിക്കുന്നത്? മുൾപടർപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നു, എന്നാൽ ആ മുൾപടർപ്പിന് തീ പിടിക്കുന്നില്ല. തീ മാത്രമേ ഉള്ളൂ, എന്നാൽ അത് ഒന്നിനെയും ഹാം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒന്നിനെയും നശിപ്പിക്കുന്നില്ല. ഇത് കണ്ട മോശ ആശ്ചര്യകരമായിട്ട് അതിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്വർഗീയ ശബ്ദം മോശ കേൾക്കുന്നു. മോശയോട് ദൈവം വിളിച്ചു പറയുകയാണ്: മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിൻ്റെ കാലിൻ്റെ ചെരുപ്പ് അഴിച്ചു കളയുക എന്ന്. അങ്ങനെ മോശ കാലിൻ്റെ ചെരുപ്പ് അഴിച്ചു കളഞ്ഞ ആ ഹോരേബ് പർവ്വതത്തിനുള്ളിലേക്ക് നടക്കുന്നു. ആ സമയത്ത് സ്വർഗത്തിലെ ദൈവം മോശയോട് സംസാരിക്കുന്നു. ആ ദൈവം മോശയ്ക്ക് പരിചയപ്പെടുത്തുന്നത് നിൻ്റെ പിതാക്കന്മാരുടെ പിതാക്കന്മാരായിരിക്കുന്ന, അല്ലെങ്കിൽ നിൻ്റെ പൂർവ്വപിതാവായിരിക്കുന്ന അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ യഹോവയായ ദൈവമാകുന്നു ഞാൻ എന്ന. അങ്ങനെ പൂർവ്വപിതാക്കന്മാരുടെ ദൈവമായിരിക്കുന്ന മോശയുടെയും ദൈവത്തെ സ്വർഗത്തിലെ ദൈവം മോശയ്ക്ക് തന്നെത്താൻ പരിചയപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത്, തൻ്റെ ദൗത്യം കേൾക്കുന്ന സമയത്ത് മോശ ഒഴിവുകഴിവുകൾ പറയുവാൻ തുടങ്ങുന്നു. അവിടെ മോശയും ദൈവവും തമ്മിൽ മനോഹരമായ ആശയവിനിമയം നടക്കുന്നു. അവിടെ ദൈവത്തോട് മോശ ചോദിക്കുകയാണ്: ഇസ്രായേൽ ജനം അങ്ങയുടെ പേര് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് പറയണമെന്ന്? ഞാനാകുന്നവൻ ഞാനാകുന്നു. നിൻ്റെ പിതാക്കന്മാരായിരിക്കുന്ന അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം ഞാനാകുന്നു എന്ന. പിൽക്കാലത്ത് 2000 വർഷങ്ങൾക്ക് മുമ്പ് വേഷത്തിൽ തന്നെത്താൻ ഒഴിച്ച് ദാസരൂപമെടുത്ത് മനുഷ്യരുടെയിലേക്ക് മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വന്ന കർത്താവായ യേശു ക്രിസ്തു യഹൂദ മതനേതാക്കന്മാർ, പരീശന്മാർ, ദേശത്തിലെ ശാസ്ത്രിമാർ, ഉന്നതന്മാർ അവരോട് സംവാദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ദൈവം പറയുന്നു, കർത്താവ് യേശു ക്രിസ്തു പറയുന്നു, അബ്രഹാം ഉണ്ടായതിനു മുമ്പേ ഞാനുണ്ട്. ഞാനാകുന്നവൻ അബ്രഹാമിന് മുമ്പേ ഉണ്ട്. ഇവിടെ ആ ദൈവം മോശയോട് പറയുകയാണ്, നിൻ്റെ പൂർവ്വപിതാക്കന്മാരായിരിക്കുന്ന അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് ഞാൻ. അങ്ങനെ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകണമെങ്കിൽ ആ ദൈവം അബ്രഹാമിന് മുമ്പേ ഉണ്ടായിരിക്കണം. അബ്രഹാമിന് മുമ്പേ ഉണ്ടായിരുന്ന ആ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യവേഷം ധരിച്ചു വന്നപ്പോൾ ആ ദൈവം പറയുകയാണ്, അബ്രഹാമിന് മുമ്പേ ഞാനുണ്ട്. ഐ ആം ദാറ്റ് ഐ ആം ബിഫോർ അബ്രഹാം. അബ്രഹാമിൻ്റെ ദൈവം, അബ്രഹാമിന് മുമ്പേ ഉള്ള ദൈവം, അത് കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കാം. ഇവിടെ മുൾപടർപ്പിൽ മോശയെ വിളിച്ച ദൈവം അത് അബ്രഹാമിന് മുമ്പേ ഉണ്ടായിരുന്ന, അബ്രഹാമിനെ സൃഷ്ടിച്ച, മോശയെ വെള്ളത്തിൽ നിന്നും വലിച്ചെടുത്ത കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം.
നമ്മളെ ഓരോരുത്തരെയും സ്വന്തം ജീവനെ നൽകി, സ്വന്തം രക്തം നൽകി വീണ്ടെടുത്ത കർത്താവായ യേശു ക്രിസ്തു ഇവിടെ മോശയ്ക്ക് മുൾപടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ഹോരേബ് പർവ്വതത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്നതായിട്ട്, മോശയോട് സംസാരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. ആ ദൈവം പറയുന്നു, ഐ ആം ദാറ്റ് ഐ ആം, ഐ ആം വാട്ട് ഐ ആം. ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്നുള്ളവൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് നീ ഇസ്രായേൽ ജനങ്ങളോട് കൽപ്പിക്കണമെന്ന്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 6 ദിവസം കൊണ്ട് സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തെ അവിടെ മൂസ പ്രവാചകൻ നൽകുന്ന പേര്, രേഖപ്പെടുത്തിയിരിക്കുന്ന പേര് എലോഹിം എന്നാണ്. അത്യുന്നതനായ ദൈവം, സർവശക്തനായ ദൈവം. കഠിനമായിരിക്കുന്ന സൂര്യനെയും തിളങ്ങുന്ന ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സകല ചരാചരങ്ങളെയും ആകാശവിധാനത്തെ വിരിച്ച ദൈവം, വെട്ടിത്തിളങ്ങുന്ന സൂര്യനെ സൃഷ്ടിച്ച ദൈവം, ആ സൂര്യൻ്റെ ശോഭയേറ്റ് പ്രതിഫലിപ്പിക്കുന്ന ചന്ദ്രനെ സൃഷ്ടിച്ച ദൈവം, നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച ദൈവം, തിരമാലകളെ സൃഷ്ടിച്ച ദൈവം, ഇളകിയാടുന്ന കാറ്റിനെയും കടലിനെയും സൃഷ്ടിച്ച ദൈവം, അത്യുന്നതനായ ദൈവം. ആ ദൈവത്തിന് മോശ നൽകുന്ന പേര് എലോഹിം, സർവശക്തനായ അത്യുന്നതനായ ദൈവം എന്നാണ് മോശ ഉൽപ്പത്തി പുസ്തകം എഴുതുമ്പോൾ ആ ദൈവത്തിന് 1-ാം അധ്യായത്തിൽ നൽകുന്ന നാമകരണം. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നിലത്തിലെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച, അവൻ്റെ മൂക്കോളം ഇറങ്ങി വന്ന് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതുന്ന ദൈവത്തെ മോശ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് യാഹ്വേ എന്നാണ്. വേഷത്തിൽ തന്നെത്താൻ ഒഴിച്ച മനുഷ്യനടുത്തേക്ക്, മനുഷ്യൻ്റെ മൂക്കിനടുത്തേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിന് മോശ നൽകുന്ന പേര് യാഹ്വേ എന്നാണ്. അപ്പോൾ അത്രത്തോളം അത്യുന്നതനായിരിക്കുന്ന ദൈവം ഇവിടെ മനുഷ്യൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ ദൈവത്തിന് നൽകിയിരിക്കുന്ന നാമകരണം യാഹ്വേ എന്നാണ്. എലോഹിമിൽ നിന്നും യാഹ്വേയിലേക്ക് ദൈവത്തിൻ്റെ പരിവർത്തനം. സർവശക്തനായ ദൈവം, സകലത്തിൻ്റെയും സൃഷ്ടികർത്താവായിരിക്കുന്ന ദൈവം, നമുക്ക് അളക്കുവാൻ കഴിയാത്ത ശക്തനായിരിക്കുന്ന ദൈവം, ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം ഇവിടെ മനുഷ്യൻ്റെ മൂക്കിനരികിലേക്ക്, മനുഷ്യൻ്റെ അടുക്കലേക്ക് ഏറ്റവും ഇറങ്ങി വന്ന അവന് ജീവശ്വാസം നൽകി അവനെ രക്ഷിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. ആ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് മോശയോട് പറയുന്നു, ഐ ആം വാട്ട് ഐ ആം, ഐ ആം ദാറ്റ് ഐ ആം. ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്നുള്ളവൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് നീ ഇസ്രായേൽ ജനങ്ങളോട് കൽപ്പിക്കണമെന്ന്. ആ ദൈവം വേഷത്തിൽ തന്നെത്താൻ ഒഴിച്ച മനുഷ്യരൂപമെടുത്ത ദാസനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം. എന്തിനു വേണ്ടിയാണ് ആ ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്? പാപത്തിൽ നിബന്ധിച്ചു പോയ മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ആ ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം. ഇവിടെ മോശയുടെ അടുക്കലേക്ക് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരുമ്പോൾ മോശയ്ക്ക് നൽകുവാൻ ആ ദൈവത്തിൻ്റെ കയ്യിൽ ഒരു വലിയ ദൗത്യമുണ്ടായിരുന്നു. ഊഴിയ വേല ചെയ്ത് കഷ്ടപ്പെടുന്ന ഫറവോൻ്റെ അടിമത്വത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈം ദേശത്തു നിന്നും വിടുവിച്ച് വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകേണ്ടുന്നവനാണ് മോശ. മോശയിലൂടെ ഇസ്രായേൽ ജനങ്ങളെ വിടുവിക്കുക എന്നുള്ള വലിയ ദൗത്യം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവം ഇവിടെ മോശയുടെ അടുക്കലേക്ക് വരുന്നത്. മോശയാണ് ആ ദൗത്യം ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഫറവോൻ്റെ കഠിനമായിരിക്കുന്ന നിയമം നിലനിൽക്കുന്ന വേളയിലും മോശയെ സംരക്ഷിച്ച് അനുഗ്രഹിച്ച് ദൈവം ദേശത്താക്കി തീർത്തത്. കാലസമ്പൂർണത എത്തിയപ്പോൾ ആ ദൈവം മോശയുടെ അടുക്കലേക്ക് വരുന്നു, മോശയെ വിളിക്കുന്നു, മോശയ്ക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള ദൗത്യത്തെക്കുറിച്ച് പറയുന്നു. ആ ദൈവം പറയുന്നു, ഐ ആം ദാറ്റ് ഐ ആം. ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്നുള്ളവൻ നിൻ്റെ അടുക്കൽ വന്ന് നിന്നെ വിളിക്കുന്നു. ഞാൻ ആദ്യനും അന്ത്യനുമാണ്. ഐ ആം ദ ആൽഫ ആൻഡ് ദി ഒമേഗ. ആരംഭവും അവസാനവും ഞാൻ തന്നെയാണ്. ആ ദൈവം ഇവിടെ മോശയെ വിളിക്കുമ്പോൾ മോശ നിരവധി ഒഴിവുകഴിവുകൾ പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. മോശ ദൗത്യത്തിൽ നിന്നും വ്യതിചലിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിക്കുമ്പോൾ നാം ഒരിക്കലും ദൈവത്തോട് ഒഴിവുകഴിവുകൾ പറയുവാൻ പാടില്ല.
മരണത്തെ മുഖാമുഖം കണ്ട വേളയിൽ മോശയെ സംരക്ഷിച്ച ദൈവം, പാപം ചെയ്ത് അന്ധകാരത്തിൽ പിശാചിൻ്റെ പിടിയിലായിരുന്ന നമ്മെ ഓരോരുത്തരെയും വിടിവിക്കുന്നതിനു വേണ്ടി കാൽവരിയിൽ മരക്കുരിശു ചുമന്ന ദൈവം, ആ ദൈവം ഗത്സമനയിൽ നമുക്കോരോരുത്തർക്കും വേണ്ടി നമ്മുടെ പാപങ്ങളെ ചുമന്നു എന്ന് കാണുവാൻ സാധിക്കാം. അതികഠിനമായ പാപഭാരത്തെ കർത്താവായ ദൈവം നമുക്കോരോരുത്തർക്കും വേണ്ടി ഗത്സമന മുതൽ ഇങ്ങോട്ട് വഹിച്ചു എന്ന് കാണുവാൻ സാധിക്കാം. ആ ക്രിസ്തു പാപഭാരത്താൽ വലയുമ്പോഴും കണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും മുഖങ്ങളായിരുന്നു. ഇവിടെ മോശ കഴിയുകയില്ല എന്ന് പറഞ്ഞ ദൗത്യത്തിൽ നിന്നും വ്യതിചലിച്ച് മാറിപ്പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം കാണുന്നത് നമ്മുടെ ഓരോ ഇസ്രയേൽ ജനത്തിൻ്റെയും മുഖമായിരുന്നു. ഫറവോൻ്റെ മുന്നിൽ പിശാചിനെ പ്രദാനം ചെയ്യുന്ന ഫറവോൻ്റെ സാമ്രാജ്യത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഓരോ ഇസ്രയേൽ ജനങ്ങളെയും അവിടെ നിന്നും വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് എങ്ങനെ കൊണ്ടുപോകാം, എങ്ങനെ അവരെ സംരക്ഷിച്ച് വാഗ്ദത്ത കനാൻ ദേശത്ത് പിതാവായിരിക്കുന്ന അബ്രഹാമിന് നൽകിയിരിക്കുന്നതായിട്ടുള്ള വാഗ്ദത്വം എങ്ങനെ നിറവേറ്റാമെന്നാണ് അവിടെ ദൈവം മോശയെ വിളിക്കുമ്പോൾ ചിന്തിക്കുന്നത്. എന്നാൽ മോശ അവിടെ ഒഴിവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. അന്ധകാരത്തിലായിരുന്ന നമ്മളെ ഓരോരുത്തരെയും ദൈവം അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്ന, ലോകത്ത് അടിമത്വത്തിൽ നിബന്ധിച്ച് കിടക്കുന്ന, പാപത്തിൽ നിബന്ധിച്ച് കിടക്കുന്ന, രോഗത്തിൽ നിബന്ധിച്ച് കിടക്കുന്ന, കഷ്ടതയിൽ നിബന്ധിച്ച് കിടക്കുന്ന, പ്രയാസത്തിൽ നിബന്ധിച്ച് കിടക്കുന്ന ഒരു വലിയ ജനസമൂഹത്തെ വീണ്ടെടുത്ത വാഗ്ദത്ത കനാൻ ദേശത്തെത്തിക്കുന്നതിന് വേണ്ടി, രണ്ടാം മരണത്തിൽ കഷ്ടത അനുഭവിച്ച് മരിക്കുവാനിരിക്കുന്ന വലിയൊരു ജനസമൂഹത്തെ അത്ഭുത പ്രകാശത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം. അതുകൊണ്ട് മോശയെ പോലെ ഒരിക്കലും നാം ഒഴിവുകൾ പറയുവാൻ പാടില്ല. നമ്മൾ ഓരോരുത്തരും ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള വലിയൊരു സത്യമുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ ഒരു സ്റ്റെപ്പ് ദൈവത്തിന് വേണ്ടി എടുത്തു വച്ചാൽ ദൈവം 100 സ്റ്റെപ്പ് മുന്നമേ നിനക്ക് വേണ്ടി എടുത്തു വച്ചിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ദൗത്യം നാം കൃത്യതയോടെ ചെയ്യേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരുമെന്ന്. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത സാധ്യമാകണമെങ്കിൽ രാജ്യത്തിൻ്റെ സുവിശേഷം ശക്തമായി സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്ത് എത്തിയിരിക്കണം. ഇവിടെ മോശയെ ദൈവം വിളിക്കുമ്പോൾ മോശയിലൂടെ ദൈവം നിറവേറ്റുവാനിരിക്കുന്നതായിട്ടുള്ളൊരു വലിയ ദൗത്യം, ആ മോശയെ വിളിച്ചതായിട്ടുള്ള ദൈവത്തെ, അബ്രഹാമിൻ്റെ ദൈവത്തെ, മിസ്രൈം ദേശത്ത് അടിമ ജീവിതം നയിച്ച മറന്നുകൊണ്ടിരിക്കുന്ന ആ ദൈവത്തെ ഇസ്രായേൽ ജനങ്ങൾക്കും ഫറവോനും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇവിടെ ഫറവോൻ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഫറവോൻ സ്വയം ദൈവമായി, ദൈവമില്ല എന്നുള്ളതായിട്ടുള്ള തത്വം ലോകത്ത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലയളവിലും അത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഈ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഫറവോൻ ചോദിക്കുന്നു, യഹോവയെ ഭയപ്പെടുവാൻ അല്ലെങ്കിൽ യഹോവയെ അനുസരിക്കുവാൻ യഹോവയാർ, ദൈവം ആര് എന്ന ഫറവോൻ അവിടെ എടുത്ത് ചോദിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. അപ്രകാരത്തിലുള്ള ഒരു ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമ്മളും മനസ്സിലാക്കണം, ഈ ലോകം ഫറവോൻ്റെ സമയം പോലെ ഇസ്രായേൽ ജനം മിസ്രൈം ദേശത്ത് അടിമ ജീവിതം നയിച്ചു കൊണ്ടിരുന്ന സാഹചര്യം പോലെ വളരെ മ്ലേച്ഛതയേറിക്കൊണ്ടിരിക്കുന്ന, ദൈവത്തെ ചോദ്യം ചെയ്യുന്ന വലിയൊരു തലമുറയാണ് ഉയർത്തെഴുന്നേറ്റ് കൊണ്ടിരിക്കുന്നത്. ഫറവോനെ മോശ ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുത്തതുപോലെ നമ്മൾ ഓരോരുത്തരും ഈ ലോകത്ത് ദൈവമില്ല എന്ന് വിശ്വസിച്ച് ദൈവം ആര് എന്ന് ചോദിക്കുന്ന വലിയ തലമുറയ്ക്ക് നമ്മെ വിളിച്ച ദൈവത്തെ പരിചയപ്പെടുത്തി ആ രാജ്യത്തിൻ്റെ സുവിശേഷം എത്തിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വ പ്രത്യക്ഷത സാധ്യമാകുന്നത്. ഇവിടെ ദൈവം മോശയെ വിളിക്കുമ്പോൾ മോശ ഒഴിവുകൾ പറയുന്നുവെങ്കിലും അതിനുശേഷം മോശയുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ അനുഭവത്തിലൂടെ മോശ ഒഴിവുകളെ മാറ്റി തൻ്റെ സഹോദരനായിരിക്കുന്ന അഹരോനും ഒന്നിച്ച് ഇസ്രായേൽ ജനങ്ങളെയും കൊണ്ട് മിസ്രൈം ദേശത്തു നിന്നും വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് പലായനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കാം. അപ്രകാരം നമ്മെ വിളിച്ചിരിക്കുന്നതായിട്ടുള്ള ആ ദൈവിക മർമ്മങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്
ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ദൗത്യത്തെ കൃത്യതയോടെ നാം ചെയ്യേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതിന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വഴി നടത്ത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച, ദൈവിക ആലോചനകളെ മനസ്സിലാക്കി, ദൈവിക വചനങ്ങളെ പഠിച്ച, ദൈവകൽപ്പനകളെ ഏറ്റുകൊണ്ട് അനുസരിച്ചുകൊണ്ട്, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള വലിയ ദൗത്യം മനസ്സിലാക്കിക്കൊണ്ട്, ദൈവം എന്തിനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട്, ആ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായി നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് നയിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇവിടെ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട, മോശയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഐ ആം ദാറ്റ് ഐ ആം വാട്ട് ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് നീ ഇസ്രായേൽ ജനങ്ങളോട് പറയണം. ഇവിടെ ന്യായശാസ്ത്രിമാരോട്, പരീശന്മാരോട്, ഇസ്രായേൽ മത നേതാക്കന്മാരോട്, മഹാപുരോഹിതന്മാരോട് സ്വർഗത്തിലെ ദൈവം സംസാരിക്കുമ്പോൾ, കർത്താവ് യേശുക്രിസ്തു സംസാരിക്കുമ്പോൾ, വേഷത്തിൽ തന്നെത്താൻ ഒഴിച്ച മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് കാൽവരിയിൽ യാഗമായി തീരുന്നതിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന, പാപമൊഴികെ മറ്റെല്ലാത്തിനും മനുഷ്യനെ പോലെ സമനായിരുന്ന കർത്താവ് യേശുക്രിസ്തു ഇവിടെ യഹൂദ മത നേതാക്കന്മാരോട് പറയുകയാണ്, അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു. പൂർവ്വപിതാവായിരിക്കുന്ന അബ്രഹാമിനേക്കാളും വലിയവനാണ് ഞാൻ. ഐ ആം വാട്ട് ഐ ആം ദാറ്റ് ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു. ആ ദൈവം അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായി നിൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ ദൈവമാകുന്നു എന്ന ആ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ള ദൈവം, ഈ ലോകത്തിന് തൻ്റെ പുത്രനിലൂടെ തൻ്റെ തേജസ് വെളിപ്പെടുത്തിയ ദൈവം ഇന്ന് പകൽക്കാലം നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു ആ ദൈവത്തിൻ്റെ ദൗത്യം ചെയ്യുവാൻ. ആ ദൈവം മോശയെ ഏൽപ്പിച്ചതായിട്ടുള്ള മഹത്വകരമായ ദൗത്യം നമ്മളെയും ഏൽപ്പിച്ചിരിക്കുന്നു. ആ ദൈവം മോശയ്ക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള ദൗത്യം ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈം ദേശത്തു നിന്നും ഫറവോൻ്റെ അടിമത്വത്തിൽ നിന്നും വിടുവിക്കുക എന്നുള്ളതാണ് എങ്കിൽ, ആ ദൗത്യം ഈ അന്ത്യനാളുകളിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം. പിശാചിൻ്റെ അന്ധകാരത്തിലായിരിക്കുന്ന, അലറുന്ന സിംഹത്തിൻ്റെ അന്ധകാരത്തിലായിരിക്കുന്ന, ഈ ലോകത്തെ ഭരിക്കുന്ന അന്ധകാര പ്രഭുവായിരിക്കുന്ന പിശാചിൻ്റെ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക്, കർത്താവ് യേശുക്രിസ്തുവിലേക്ക് ഓരോരുത്തരെയും അടുപ്പിക്കുന്നതിന് വേണ്ടി, സ്വർഗീയ കനാൻ ദേശത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മോശാദ്യം ഒഴികഴിവുകൾ പറഞ്ഞുവെങ്കിലും പിൽക്കാലത്ത് ഫറവോനിൽ നിന്നും ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈം ദേശത്തേക്ക് കൊണ്ടുപോയതുപോലെ ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിലിരിക്കുന്ന സകലരെയും നമുക്ക് ആ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാം. അതിനായി ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സകല ചരാചരങ്ങൾക്കും സൃഷ്ടികർത്താവും പരിപാലകനും സംരക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന, ആദ്യനും അന്ത്യനുമായിരിക്കുന്ന, ആൽഫയും ഒമേഗയുമായിരിക്കുന്ന, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന വെളിപ്പെടുത്തി കൊടുത്ത സ്വർഗത്തിലെ നല്ല പിതാവാം ദൈവമേ, അനുഗ്രഹമേറിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുന്ന് മോശയെ ഏൽപ്പിച്ച ദൗത്യം അടിയങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ആ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ശക്തിയോടെ പ്രവർത്തിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അടിയങ്ങളെ ഓരോരുത്തരെയും നിറച്ച് നയിച്ചനുഗ്രഹിക്കണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്ത് എന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.